കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി VM വിനുവിന് പകരം ആര് വരുമെന്ന് ഇന്നറിയാം. മുതിർന്ന നേതാവിനെ കളത്തിലിറക്കി ക്ഷീണം മാറ്റാനാണ് കോൺഗ്രസിന്റെ നീക്കം. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയതോടെ തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. രാവിലെ മരപ്പാലത്ത് നിന്ന് രണ്ടാം ഘട്ട പ്രചാരണ പരിപാടികൾ ആരംഭിക്കും. അതേസമയം തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. VS രഞ്ജിത്തും റോഷി ബാലുമാണ് ചേരുന്നത്. ആദ്യം VS രഞ്ജിത്തിലേക്കാണ്. രഞ്ജിത്ത്, ഈ രാഷ്ട്രീയ ക്ഷീണം മാറ്റാൻ ഇനി ആരെയാണ് കോൺഗ്രസ് കളത്തിലേക്ക് ഇറക്കുക എന്നുള്ള ചോദ്യമാണ്. ആരാണ് സർപ്രൈസ് സ്ഥാനാർത്ഥി? സാധ്യതകൾ ആർക്കൊക്കെയാണ് രഞ്ജിത്ത്? സ്വാഭാവികമായിട്ടും VM വിനു പിന്മാറിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. രാഷ്ട്രീയമായി അതൊരു ക്ഷീണമായി എന്ന് തന്നെ പറയാം. അതിൽ ക്ഷീണം മാറ്റുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അച്ചടക്ക നടപടി അവിടുത്തെ വാർഡ് കൗൺസിലർക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും CP രാജേഷ് എന്ന് പറയുന്ന വാർഡ് കൗൺസിലറുടെ ഉത്തരവാദിത്തമാക്കി മാറ്റി കൈ കഴുകുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ കല്ലായിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ വേണം. അതൊരു പക്ഷേ ഒരു മുതിർന്ന നേതാവ് എന്ന രീതിയിൽ KPCC ജനറൽ സെക്രട്ടറി ജയന്തിനെ ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പ്രാദേശികമായി നേരത്തെ ഉയർന്നു വന്ന 3 പേരുകൾ, അതിൽ ഒരാളെ തന്നെ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ്. അതാര് എന്നുള്ള കാര്യം വാർഡ് കമ്മിറ്റി തീരുമാനിക്കും. അതനുസരിച്ച് കോർ കമ്മിറ്റി യോഗം ഒന്നുകൂടി ആലോചിച്ച് ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് കാളക്കണ്ടി ബൈജു, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭാരവാഹിയായിട്ടുള്ള സുരേഷ്, അവിടെ നേരത്തെ കൗൺസിലറായിരുന്ന സുധാമണി, ഇത്തരം പേരുകളാണ് നമുക്ക് ഉയർന്നു കേൾക്കുന്നത്. ഇനി അതല്ല, ഒരു സെലിബ്രിറ്റി തന്നെ വേണം എന്നുള്ള നിശ്ചയത്തിൽ മറ്റാരെങ്കിലും ഈ ഒറ്റ ദിവസം കൊണ്ട് കണ്ടെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കാനുള്ള ഒരു സാധ്യത നിലവിലില്ല. കാരണം നേരത്തെ തന്നെ ഇത്തരം സെലിബ്രിറ്റി മുഖങ്ങളെയൊക്കെ കോൺഗ്രസ് അന്വേഷിച്ചിരുന്നു. അതിലാണ് VM വിനുവിനെ കണ്ടെത്തിയത്. ഇനിയും കോർപ്പറേഷൻ പരിധിയിൽ വോട്ടുള്ള മറ്റൊരു സെലിബ്രിറ്റിയെ കണ്ടെത്തുക എന്നുള്ളത് ഈ 24 മണിക്കൂറിനകം അസാധ്യമായതുകൊണ്ട് പാർട്ടിയിൽ നിന്നൊരാളെ എന്നുള്ളതാണ്. അതിൽ മുതിർന്ന നേതാക്കന്മാർ ആരെങ്കിലും ആണോ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലാണോ എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കന്മാരാണെങ്കിൽ ജയന്ത് ഉൾപ്പെടെ പരിഗണിക്കപ്പെട്ടേക്കാം. പ്രാദേശിക തലത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ നേരത്തെ പട്ടികയിലുണ്ടായിരുന്നു. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. റോഷിപാലിലേക്ക് കൂടി പോവുകയാണ്. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. നേരത്തെ ഹൈക്കോടതിയുടെ പരാമർശം വന്നപ്പോൾ തന്നെ വൈഷ്ണവ് ആ സമയത്ത് പോലും ഈ ഒരു പ്രചാരണത്തിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. കാരണം പ്രതീക്ഷയോടെ ആയിരുന്നു. എന്തായാലും ഇന്നലെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു തീരുമാനം കൂടി വന്നപ്പോൾ ഇനി ഊർജിതമായിട്ട് തന്നെയുള്ള ഒരു പ്രചാരണത്തിലേക്കായിരിക്കും വൈഷ്ണവ് കടക്കുക. ഇന്നിപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ഊർജിതമായിട്ടുള്ള പ്രചാരണം ഉണ്ടാവുക? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂല തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇന്നലെ തന്നെ വൈഷ്ണവ് സജീവമായിരുന്നു. ഇന്ന് രാവിലെ ഇനി രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്കാണ്. മുട്ടട LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡ് കൂടിയാണ്. ആ ഡിവിഷനിൽ ദീർഘകാലമായി LDF മാത്രമാണ് വിജയിക്കുന്നത്. ഈ തവണ UDF അട്ടിമറിയിലൂടെ മുട്ടട പിടിച്ചെടുക്കുമെന്ന് കണക്കുകൂട്ടി തന്നെയാണ് വൈഷ്ണയെ രംഗത്തിറക്കിയത്. അതിലേറ്റവും പ്രധാനമാകുന്നത് വൈഷ്ണയ്ക്ക് അനുകൂലമായി ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കുമ്പോൾ അതിൽ ഏകപക്ഷീയമായി തീരുമാനം ഇലക്ടറൽ ഓഫീസർ എടുത്തു എന്ന ഒരു പരാമർശമുണ്ട്. അത് വളരെ ഗൗരവമുള്ള പരാമർശമായി UDF നേരത്തെ കാണുന്നു. അത് രാഷ്ട്രീയ ആയുധമാക്കി UDF മാറ്റുകയും ചെയ്യും. ബോധപൂർവം വൈഷ്ണയുടെ പേര് വെട്ടിമാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന ആക്ഷേപമാണ് UDF ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ വൈഷ്ണവ് പതിവ് പോലെ തന്നെ മുട്ടടയിൽ പ്രചാരണം തുടരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 2-3 ദിവസം മാത്രമാണ് പ്രചാരണ രംഗത്തു നിന്നും മാറുന്നത്. ഈ ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിൽ പിന്നീട് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വൈഷ്ണവ് സജീവമായിട്ടുണ്ട്. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതിനപ്പുറത്തേക്ക് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവും ഹൈക്കോടതിയുടെ പരാമർശങ്ങളടക്കം രാഷ്ട്രീയ ആയുധമാക്കി വ്യാപകമായ പ്രചാരണത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. റോഷിപാലും VS രഞ്ജിത്തുമാണ് വിശദാംശങ്ങൾ നൽകിയത്.